Welcome to Complementary Electronics, Semester 2, BSc Physics Main, Complementary Electronics. And today we start the first unit, that is chapter 16 of your textbook. And the chapter is Optoelectronic Devices, Complementary Electronics. So what is an optoelectronic device? You understand. Optoelectronic devices are special types of semiconductor devices that are able to convert light energy to electrical energy or electrical energy to light energy. Optoelectronic devices are special types of semiconductor devices that are able to convert light energy into electrical energy or electrical energy into light energy. Electrical energy ലൈറ്റാക്കി മാറ്റാനും ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാനുമുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ഓർ വി ക്യാൻ സേ ഫോട്ടോണിക് ഡിവൈസസ്. Salt crystalline minerals which are heavier than insulators but lighter than metals are used to make these devices. An optoelectronic device is an essential gadget for that use ലൈറ്റ്. ലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്. ഒപ്റ്റോ മീൻസ് ലൈറ്റ്, ഇലക്ട്രോണിക് മീൻസ് റിലേറ്റിംഗ് ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രിസിറ്റി. അപ്പം ലൈറ്റിനെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റാനും മറിച്ചും ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്. ആദ്യത്തെ നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് വേവ്. ലൈറ്റ് വേവിൻ്റെ അല്ലെങ്കിൽ സൗണ്ട് വേവിൻ്റെ ഏതെങ്കിലും വേവിൻ്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതിൻ്റെ ബെസ്റ്റ് റിലേഷൻ ഇതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ റിലേഷൻ വി ഈസ് ലാംഡ എഫ് ഓർ വി ഈസ് എഫ് ലാംഡ എന്ന് പറയും, അല്ലെങ്കിൽ സി ഈസ് ന്യൂ ലാംഡ. ലൈറ്റിൽ പറയുമ്പോൾ നമ്മൾ സി ഈസ് ടു ന്യൂ ലാംഡ എന്ന് പറയും. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ന്യൂ ഫ്രീക്വൻസി, ലാംഡ വേവ് ലെങ്താണ്. ഇവിടെ മറ്റ് വേവിന് പൊതുവെ പറഞ്ഞാൽ നമ്മൾ പറയും വി ഈസ് എഫ് ലാംഡ, വേർ വി ഈസ് വെലോസിറ്റി ഓഫ് വേവ്, എഫ് ഈസ് ഫ്രീക്വൻസി ആൻഡ് ലാംഡ വേവ് ലെങ്ത്, വേർ വി ഈസ് സ്പീഡ് ഓഫ് ദ വേവ്, ലാംഡ വേവ് ലെങ്ത്, and f is the frequency. This equation is known as the wave equation and is a fundamental concept in physics. ഇതിനെ നമ്മൾ വേവ് ഇക്വേഷൻ എന്ന് പറയും. അത് ഫിസിക്സിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആശയമാണ്. അത് വെച്ചൊരു പ്രോബ്ലമാണ് നമ്മൾ ആദ്യം പറയുന്നത്. വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദി വേവ് ലെങ്ത് ഓഫ് 500 നാനോമീറ്റർ? 500 നാനോമീറ്റർ വേവ് ലെങ്തുള്ള ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് മാത്രം കൊടുത്തിരിക്കുകയാണ്, ചെയ്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അതായത് സി ഈസ് ന്യൂ ലാംഡ, സി ഈസ് ന്യൂ ലാംഡ, ന്യൂ ഈസ് സി ബൈ ലാംഡ, സി ഈസ് ഈക്വൽ ടു 3 × 10⁸. നിങ്ങൾക്കറിയാം ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആ ലാംഡ 500 നാനോമീറ്റർ, 500 × 10⁻⁹ meter. You have to convert nanometer into meter. That is 500 × 10⁻⁹ meter. So the answer is frequency f or frequency nu is equal to c by lambda 3 × 10⁸ by 500 × 10⁻⁹. That will work out as 6 × 10⁻⁻6 × 10⁻14 hertz. Here it is written as -4. That is not right. 14 hertz. 14 hertz. 3 × 10⁻14 hertz. There is a correction. അതായത് 3 × 10⁸ ബൈ 500 × 10⁹ അപ്പോൾ 5 × 10⁻7. അപ്പോൾ ഇവിടെ 3/5 എന്ന് പറയുന്നത് 0.6 × 10⁻15 എന്ന് വരും. അപ്പോൾ 6 × 10⁻14 എന്നായിരുന്നത്. ഇവിടെ 14 1 പകരം മൈനസ് എന്നാണ് വന്നിരിക്കുന്നത്. ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ ഈസ് 6 × 10⁻14 hertz. You understand? 14. Solution, given the wavelength of the photon particle is 500 nanometer, in order to calculate the frequency of the photon particle, we use the formula given above. The frequency of the wave is equal to 6 × 10⁻14. You understand?
C by lambda frequency, 3 into 10 raised to 8, that is C. Lambda is 500 into 10 raised to minus 9. So 3 into 10 raised to 8 by 500 into 10 raised to minus 9, that will work out as 6 into 10 raised to 14. അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ what is the frequency of light that has a wavelength of 1.23 into 10 raised to minus 6 centimeter. ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്? ബ്രാക്കറ്റിനകത്ത് എസ് മൈനസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ആവശ്യമില്ല. വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്? അത് ക്യാൻസൽ ചെയ്യുക. വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ദാറ്റ് ഹാസ് എ വേവ്ലെങ്ത് ഓഫ് 1.23 into 10 raised to minus 6 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെ ചെയ്യാം. സെൻറ്റിമീറ്ററിൽ ലൈറ്റ് സ്പീഡ് പറയുമ്പോൾ അത് 3 into 10 raised to 10 വരും. കാരണം നമുക്കറിയാം C is equal to 3 into 10 raised to 8 meter per second ആണ്. അത് 3 into 10 raised to 10 centimeter per second ആണ്. So C is 2 lambda, giving the value of C as 3 into 10 raised to 10 centimeter per second. In CG's system, 3 into 10 raised to 8 is equal to 2 into 1.23 into 10 raised to minus 6, and that will work out as 2.439 into 10 raised to 16 hertz. Answer 10 raised to 16 hertz is the answer here. Next heading, a short answer. What is a spectral response? Spectral response human eye. മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഈ സ്പെക്ട്രൽ റെസ്പോൺസ് ഏതെല്ലാം ലൈറ്റ് കാണാൻ സാധിക്കും, എത്രയാണ് എൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യന് ഈ ദൃഷ്ടിഗോചരമായിട്ടുള്ള ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്പെക്ട്രൽ റെസ്പോൺസ് ഓഫ് ഹ്യൂമൻ ഐ. വിസിബിൾ വേവ് ലെങ്ത് റേഞ്ച് ഈസ് 400 to 760 നാനോമീറ്റർ. നമുക്ക് കാണാവുന്ന വിസിബിൾ ലൈറ്റ്, വിസിബിൾ ലൈറ്റിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള അൾട്രാവയലറ്റൊക്കെ ഉണ്ട്, കുറവ് ഫ്രീക്വൻസി ഉള്ള ഇൻഫ്രാറെഡ് റേഡിയോസൊക്കെ ഉണ്ട്. നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. സ്പെക്ട്രൽ റെസ്പോൺസ് ഹ്യൂമൻ ഐ 400 നാനോമീറ്റർ ടു 760 നാനോമീറ്റർ, അതാണ് നമുക്ക് കാണാവുന്നത്. അതിൽ തന്നെ ഒരു 550 നാനോമീറ്റർ അല്ലെങ്കിൽ എക്സാക്ട്ലി 555 നാനോമീറ്റർ, അതാണ് നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിന് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ആ കാര്യം കൂടിയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദ മാക്സിമം സ്പെക്ട്രൽ സെൻസിറ്റിവിറ്റി ഓഫ് ദി ഹ്യൂമൻ ഐ അണ്ടർ ഡേ ലൈറ്റ് കണ്ടീഷൻസ് ഈസ് അറ്റ് എ വേവ് ലെങ്ത് ഓഫ് 555 നാനോമീറ്റർ. 550 ആയിട്ട് എടുക്കാറുണ്ട്, 550. While at night the peak shifts to 507 നാനോമീറ്റർ. രാത്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് 507 ആണ്. പകല് 550 നാനോമീറ്റർ ആണ്. അല്ലെങ്കിൽ 550 എന്ന് പഠിക്കുക, 550 നാനോമീറ്റർ എന്ന് പഠിച്ചാലും മതി. മറ്റു രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ 550 വെച്ചും പ്രോബ്ലം ചെയ്യാവുന്നതാണ്. So 550 nanometer or 555 nanometer is the light wavelength which is most sensitive to human eye in daylight. ഒരു മഞ്ഞ നിറത്തിലുള്ള ലൈറ്റാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഈ 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550, 570 എന്ന് പറയുന്നത് യെല്ലോ ലൈറ്റ് റേഞ്ചിലുള്ള വേവ് ലെങ്താണ്. യെല്ലോ ലൈറ്റ് റേഞ്ചിലുള്ള വേവ് ലെങ്താണ്. ഇത് നമ്മൾ ഈ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ ആദ്യം പഠിക്കുന്ന ഡിവൈസാണ് LED എന്ന് പറയുന്നത്. ഷോർട്ട് ആൻസറായിട്ടേ ചോദിക്കുകയുള്ളൂ, എസ്സേട്ടൻ ചോദിക്കത്തില്ല. LED. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, എല്ലാം നമ്മൾ പറയുന്നില്ല. കാരണം ഒരു ആയിട്ടൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാതെ വേറെ എസ്സേ ഉണ്ട്. അതുകൊണ്ട് ഇത് ഷോർട്ട് ആൻസർ മോഡലിലാണ് നമ്മൾ പഠിക്കുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. ഇക്കാലത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് LED. നമ്മൾ അറിയാം, LED ഡിസ്പ്ലേ, LED TV, ഹോം ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹോം ഇല്യൂമിനേഷൻ, അതിലൊക്കെ നമ്മൾ LED ആണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് പവർ ആവശ്യമുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകളാണ് LED എന്ന് ഓർക്കുക. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ആൻഡ് LED or a light emitting diode is a semiconductor device that emits light due to electroluminescence effect. ഇലക്ട്രോലൂമിനസൻസിലൂടെ ലൈറ്റ് പുറത്തേക്ക് വിടുന്ന സെമി കണ്ടക്ടർ ഡിവൈസുകളാണ് LED. ആൻഡ് LED ഈസ് ബേസിക്കലി എ പി ജംഗ്ഷൻ ഡയോഡ് which emits light when forward biased. There are various advantages of LED over CFL like devices.
ഈ LED എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഡിവൈസ്. അത് വളരെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കുക. അഡ്വാൻറ്റേജസ് ആർ സ്മോൾ സൈസ്, വളരെ ചെറിയ സൈസാണ്, വിലക്കുറവാണ്. ലോ പവർ കൺസംപ്ഷൻ, കുറച്ച് കറണ്ട് മാത്രം മതിയാകും വർക്ക് ചെയ്യാൻ. ഫാസ്റ്റ് സ്വിച്ചിങ്, പെട്ടെന്ന് നമുക്ക് ഓൺ ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ്, പിന്നെ അത് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ പഴകും. ലോങ് ലാസ്റ്റിംഗ്, ഫിസിക്കലി റോബസ്റ്റ്, പെട്ടെന്ന് കേടുവരുന്നതല്ല, നല്ല ഹെൽത്തി ഡിവൈസാണ്, പെട്ടെന്ന് കേടാകത്തില്ല. നമുക്കറിയാം ഇൻകാൻഡസെൻ്റ് ലാമ്പ്, ഫിലമെൻ്റ് ലാമ്പൊക്കെ പെട്ടെന്ന് ഫ്യൂസാകും. ഇത് അങ്ങനെ പോകുന്ന ടൈപ്പിൽ. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഈ പേജിൽ കാണുന്ന ഒരു ഷോർട്ട് ആൻസർ. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് LED? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് LED ഓവർ ഇൻകാൻഡസെൻ്റ് ലാമ്പ്? സാധാരണ ഫിലമെൻ്റ് ലാമ്പിനേക്കാൾ LED-ക്കുള്ള മേന്മകൾ എന്തെല്ലാമാണ്? സ്മോൾ സൈസ്, ലോ പവർ കൺസംഷൻ, ഫാസ്റ്റ് സ്വിച്ചിങ്, ലോങ് ലാസ്റ്റിംഗ്, physically robust, etc. Low cost. LEDs have become quite popular among a large set of people. വളരെ പോപ്പുലറാണ് ഈ സാധനം. LED consists of a p-n junction diode, and when voltage is applied to the LED, electrons and holes recombine in the p-n junction and release energy in the form of light. അതായത് ഒരു p-n ജംഗ്ഷൻ ഡയോഡാണ് ഈ സാധാരണ ഇത് LED എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോൺ ഹോളും കമ്പൈൻ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. എല്ലാ നിറത്തിലുള്ള, ഇപ്പോൾ ബ്ലൂ LED വരെയുണ്ട്, എല്ലാ നിറത്തിലുള്ള ലൈറ്റ് പുറത്തേക്ക് വിടുന്ന LED-കൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ദ ഇലക്ട്രിക് സിംബൽ ഓഫ് ദി LED ഈ സിമിലർ ടു ദാറ്റ് ഓഫ് ദി p-n ജംഗ്ഷൻ ഡയോഡ്. ഒരു p-n ജംഗ്ഷൻ്റെ ഡയോഡിൻ്റെ അതേ സിമ്പിൾ തന്നെയാണ് LED സിമ്പിൾ. ഒരു p-n ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പിൾ തന്നെയാണ് LED-യുടെ സിമ്പിൾ എന്ന് ഓർക്കുക. അപ്പോൾ അതിൽ സിമ്പിൾ ഇവിടെ വിട്ടുപോയി. സിമ്പിൾ നമ്മൾ വരയ്ക്കണം. അതായത് ഒരു ഡയോഡ് വരച്ചാൽ മതി. ഡയോഡ് വരച്ചിട്ട് 2 ആരോ ഡയോഡിന് പുറത്തേക്ക് ഇടണം, ലൈറ്റ് കാണിക്കാനായിട്ട്. അതായത് നമ്മൾ ഫോട്ടോ ഡയോഡ് പുറകെ വരയ്ക്കുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് സിമ്പിളാണ്. ഒരു ഡയോഡ് വരയ്ക്കണം, ഒന്ന് റൗണ്ട് ചെയ്യണം, അതിൽ 2 ആരോ പുറത്തേക്ക് ഇടണം. അതാണ് സിമ്പിൾ. അത് നമ്മൾ വേറെ സ്ഥലത്ത് നമുക്ക് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൽ സിമ്പിളായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്? ഒരു ഡയോഡ്, ഒരു ആരോ ഹെഡും ബാറും വരയ്ക്കണം, അത് എൻസർക്കിൾ ചെയ്യണം, അതിൽ 2 ആരോ പുറത്തേക്ക് കൊടുക്കണം. ആ പുറത്തേക്ക് കൊടുക്കുന്ന ആരോ ലൈറ്റിനെ കാണിക്കുന്നതാണ്. അതാണ് സിമ്പിൾ. ആ സിമ്പിൾ ഇവിടെ വിട്ടുപോയതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു p-n ജംഗ്ഷൻ ഡയോഡ് വരക്കണം, അതിനെ ഒന്ന് റൗണ്ട് ചെയ്യണം, ഒരു സർക്കിൾ പോലെ വരക്കണം, അതിൽ 2 ആരോ പുറത്തേക്ക് കാണിക്കണം. സർക്കിൾ വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 2 ആരോ പുറത്തേക്ക് കാണിക്കണം ചരിച്ച്. അതാണ് LED സിമ്പിൾ. ഫോട്ടോ ഡയോഡിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിളാണ്. ഫോട്ടോ ഡയോഡ് പഠിക്കുന്നുണ്ട് നമ്മൾ. ഇനി എന്തെല്ലാം തരം LED ഉണ്ട്? ടൈപ്സ് ഓഫ് LED. ഗാലിയം ഫോസ്ഫൈഡ് GaP റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അലൂമിനിയം ഗാലിയം ഫോസ്ഫൈഡ് AlGsP ഗ്രീൻ ലൈറ്റ്. ഗാലിയം നൈട്രൈഡ് ഗ്രീൻ, എമറാൾഡ് ഗ്രീൻ ലൈറ്റ്. ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഇൻഫ്രാറെഡ് ലൈറ്റ്. ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ്, പിന്നെ അടുത്തത് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് റെഡ് ടു ഇൻഫ്രാറെഡ് ഓറഞ്ച് ലൈറ്റ്. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള LED-കൾ. വേറെയുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് LED. They are used in picture phones and digital cameras, camera flashes and automobile heat lamps, then aviation lighting, digital computers and calculators, traffic signals and burglar alarm systems, microprocessors and multiplexers, optical communication system, indicator lamps in electric equipments, LED television. ഇവിടെ എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം നമ്മൾ ഒരു 3 ഷോർട്ട് ആൻസറാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. പ്രോബ്ലം നമ്മൾ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചുകൊള്ളുന്ന ഒരു പ്രോബ്ലം അത് ചോദിക്കുന്നതാണ്, സിമ്പിളാണെങ്കിലും. വാട്ട് ഈസ് LED? ഗീവ്
അഡ്വാൻറ്റേജസ് മെൻഷൻ ദി ഫ്യൂ ടൈപ്സ് ഓഫ് LED നമ്മൾ പറഞ്ഞതാണ്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് ഒക്കെ പറഞ്ഞതാണ്. എക്സാമ്പിൾ പറയണം, ഗീവ് എ ഫ്യൂ ആപ്ലിക്കേഷൻസ് ഓഫ് LED. നമ്മൾ 4-5 ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറയും, യൂസസ് ഓഫ് LED. ഇപ്പോൾ ഒരു 4-5 എല്ലായിടത്തും ഉണ്ട്. ഈ മിക്കവാറും ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ ഒരെണ്ണത്തിൽ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ മറ്റ് ഡിവൈസിലും നമുക്ക് എഴുതാവുന്നതാണ്. ഒരു കോമൺ ആപ്ലിക്കേഷൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിത് LED മാത്രമല്ല, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ പോലെയുള്ള എല്ലാ ഡിവൈസിനും അതായത് സമാന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഒരു 3-4 പഠിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രയോഗിക്കുക, ഏത് ചോദിച്ചാലും. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ chapter 16 first class. That is, actually it is the 13th class. Chapter 16 first class. The beginning, chapter 16. We can see the second article in the next class. Thank you very much.